ഈശ്വംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തൻ്റെ ആധികാരികത വെളിപ്പെടുത്തുന്ന പ്രസ്താവന ഈശോ നടത്തുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 39 മുതൽ 47 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ ധ്യാന വിഷയം. വിശുദ്ധ ലിഖിതങ്ങൾ ദൈവനിവേശിതമാണെന്നും അവ തനിക്ക് സാക്ഷി നൽകുന്നു എന്ന് പറയുന്ന ഈശോ ഏക സത്യ ദൈവത്തിൽ നിന്ന് വരുന്ന സാക്ഷ്യം അത് വചനത്തിലൂടെ ലഭ്യമായത് ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തവർക്ക് എങ്ങനെ ദൈവം അയച്ച ക്രിസ്തുനാഥനിൽ വിശ്വസിക്കാൻ സാധിക്കുമെന്ന് അവിടുന്ന് ചോദിക്കുകയാണ്. ഒരു പടി കൂടെ കടന്ന് ഈശോ യഹൂദ ജനതയുടെ വിശ്വാസ സംഹിതകളിൽ ഏറ്റവും ആഴമായ ബോധ്യവും വിശ്വസ്തതയുമുള്ള മോശയെ തൻ്റെ സാക്ഷിയായിട്ട് അവതരിപ്പിക്കുകയാണ്. മോശ എന്നെക്കുറിച്ച് കൃത്യമായി വിവരം നൽകിയിരിക്കുന്നു. ആ സാക്ഷ്യം പോലും സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എന്നിൽ വിശ്വസിക്കാൻ സാധിക്കും? പ്രിയപ്പെട്ടവരെ, യഹൂദ ജനതയുടെ കാപഠ്യം, അവരുടെ വിശ്വാസ ജീവിതത്തിൽ നിഴലിച്ചിരുന്ന ഈ കപടതയെ വെളിപ്പെടുത്തിക്കൊണ്ട് ഈശോ ഇന്ന് നമ്മളോട് ഇതേ ചോദ്യം ആവർത്തിക്കുകയാണ്. എനിക്കും നിങ്ങൾക്കും ക്രിസ്തു സാക്ഷികളായിത്തീരുന്നതിന് ഇന്ന് തടസ്സമായി നിൽക്കുന്നത് എന്താ? നിന്റെ സമ്പത്തോ, നിന്റെ സുഖഭോഗങ്ങളോ, നിനക്ക് വലുതെന്ന് കരുതുന്ന ഒന്നും, നീ ആശ്രയം വെച്ചിരിക്കുന്നവ ഒന്നും നിനക്ക് ഗുണകരമാകില്ല എന്ന് സൂചന നൽകിക്കൊണ്ട് ഏക സത്യദൈവമായ യേശു ക്രിസ്തുവിലും അവിടുത്തെ ലോകത്തിലേക്ക് അയച്ച ദൈവപിതാവിലും അവിടുന്ന് അയച്ച പരിശുദ്ധാത്മാവിലുമുള്ള ആഴമായ വിശ്വാസമാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുമ്പോൾ ഈ പരിശുദ്ധ ത്രിത്വത്തിലുള്ള ആഴമായ ബോധ്യവും വിശ്വാസവും എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ രൂഢമൂലമാകേണ്ടിയിരിക്കുന്നുവെന്ന് അവിടുന്ന് പ്രതിപാദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ വിശ്വാസ മേഖലകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും ഈശോയെ തള്ളിപ്പറയുവാനും നൈമിഷിക സുഖങ്ങൾക്കും പെട്ടെന്നുള്ള കാര്യസാധ്യത്തിനും വേണ്ടിയിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടു പോലും വിജാതീയ ദൈവങ്ങളുടെ പിന്നാലെ പരക്കം പായാൻ കൊതിക്കുന്നവരാണ് നമ്മൾ. മോശയെ ഉദാഹരിച്ചുകൊണ്ട് ഈശോ നമ്മളോട് പറയുന്നു, അവൻ പോലും എനിക്ക് സാക്ഷിയായിട്ട് തീരുന്നുവെങ്കിൽ നിങ്ങൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നവ എങ്ങനെ നിങ്ങൾക്ക് ബലം നൽകും? നമുക്കതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബോധ്യങ്ങൾ വാനോളം ഉയരട്ടെ, ബോധ്യങ്ങൾ പാതാളത്തോടും താഴട്ടെ, വേരുകൾ ആഴത്തിൽ പതിഞ്ഞ് വിശ്വാസത്തിൻ്റെ മഹാവൃക്ഷത്തെ നമുക്ക് പണിതുയർത്താം. അത് കാറ്റത്ത് ഇളകുകയോ കൊടുങ്കാറ്റിൽ ചഞ്ചലിക്കുകയോ ചെയ്യുന്നതാകാതിരിക്കാൻ ബോധ്യത്തിൻ്റെ നിറവിൽ കർത്താവായ യേശു ക്രിസ്തുവിലും അവനെ അയച്ച പിതാവിലും പരിശുദ്ധാത്മാവിലുമുള്ള ആഴമായ വിശ്വാസം നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം. വിശ്വാസം ദൈവത്തിലാണ് എന്ന് ബോധ്യപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.